ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കൊത്തമര വെച്ചിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൊത്തമര ഏതാണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നതാണ് കൊത്തമര. ഇന്ന് നമ്മൾ തോരൻ ഉണ്ടാക്കാനായിട്ട് ഇത്രയും കൊത്തമര എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ട് അറ്റവും ഒന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഇത് അതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബീൻസ് തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ബീൻസ് കട്ട് ചെയ്തെടുക്കുന്നത് പോലെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇത് തോരൻ ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിന്ന് ചട്ടിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി നിങ്ങൾ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട, 1 ടേബിൾ സ്പൂൺ എങ്ങാനും ഒഴിച്ചു കൊടുത്താൽ മതി. ചെറിയ കുട്ടികൾക്ക് കൂടി കഴിക്കേണ്ടതായതുകൊണ്ട് ഞാൻ ഇന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ കുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റായി. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം മുഴുവനായിട്ടും വറ്റിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി നോക്കാം. കൊത്തമരയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 5 വെളുത്തുള്ളി അല്ലി ഇതുപോലെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊത്തമരത്തോരൻ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തും ഉണ്ടാക്കും. പക്ഷെ ഇന്ന് ഞാൻ ഇതിലേക്ക് തേങ്ങയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എനിക്ക് പൊതുവെ തേങ്ങ ചേർത്തുണ്ടാക്കുന്ന കൊത്തമര തോരനേക്കാളും ഇതുപോലെ ലാസ്റ്റ് വെളുത്തുള്ളി ചതച്ചിട്ട് വെളിച്ചെണ്ണ നനച്ച തോരനാണ് കൂടുതൽ ഇഷ്ടം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ ആ ചേർത്ത് കൊടുത്ത വെളുത്തുള്ളിയും വെളിച്ചെണ്ണയും ഒക്കെ ഒന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 2 മിനിറ്റ് നേരം കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കൊത്തമര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ ഇതുണ്ടാക്കാൻ? അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു തോരൻ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.